ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണമെന്ന റിപ്പോർട്ട്. ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചു. ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്നെന്നാണ് റിപ്പോർട്ടുകൾ. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്നെന്നാണ് വിവരം. ചാവേറായ ഉമർ ഷൂസിൽ ബോംബ് പൊട്ടിക്കാനുള്ള ട്രിഗർ ഘടിപ്പിച്ചിരുന്നോ എന്നും സംശയമുണ്ട്. സംഭവം അറസ്റ്റിലായ ഷഹീൻ 2 കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്ന വിവരവുമുണ്ട്. തുർക്കിക്ക് പുറമെ മാൽദ്വീപിലേക്കും ഷഹീൻ യാത്ര ചെയ്തിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് NIA. ഇന്നലെ അറസ്റ്റിലായ കശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാണി ഡ്രോണിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം നൽകിയെന്ന് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിന് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. നേരത്തെ അറസ്റ്റിലായ അമീർ റാഷിദ് അലിയെ കോടതി 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടയച്ചു. ഇയാളെ കശ്മീരിൽ എത്തിച്ച് തെളിവ് ശേഖരണവും നടത്തും. LNJP ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഡൽഹി സ്വദേശിയായ വിനയ് പഥക്കാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അതേസമയം കേസിൽ പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലി ചാവേർ ഡോക്ടർ ഉമർ നബിക്ക് താമസിക്കാൻ സുരക്ഷിതമായ വീടും മറ്റ് ലോജിസ്റ്റിക് പിന്തുണയും നൽകിയതായി ദേശീയ അന്വേഷണ ഏജൻസി തിങ്കളാഴ്ച ഡൽഹി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.